ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഒരു ട്രാവൽ വ്ളോഗാണ്. കാന്തല്ലൂർ മറയൂർ ട്രിപ്പിൻ്റെ. ഇത് നമ്മൾ പോണ വഴിക്ക് ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തതാണ്. ഞാൻ ആക്ച്വലി വീഡിയോസ് ആൻഡ് കുറേ ക്ലിപ്സൊക്കെ എടുക്കണം എന്നോർത്ത് തന്നെയാണ് പോയത്. പക്ഷേ എനിക്ക് നല്ലപോലെ ട്രാവൽ സിക്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പറ്റുന്ന പോലെ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആണിത്. ഇത് പോണ വഴിക്കുണ്ടായിരുന്നൊരു വാട്ടർഫോളാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ലായിരുന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ മറയൂരെത്തി. ഇതൊക്കെ സാൻഡൽവുഡ് ട്രീസാണ്. അത് കഴിഞ്ഞൊരു ജാഗറി മേക്കിംഗ് ഫാക്ടറിയിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവർ ഇങ്ങനെ പ്രോസസ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഇങ്ങനെ ബൊഗൈൻ വില്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഫ്ലവർ ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെയും കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. ബാക്കിൽ ഷുഗർ കെയിൻ ആണ്. ഏതാ ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് കേട്ടോ. എല്ലാവരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ല. അല്ല ഇത് മുരുകൻമല എന്ന് പറയുന്ന വ്യൂ പോയിൻ്റാണ്. ഇങ്ങോട്ട് ജീപ്പിലാണ് പോകേണ്ടത്. പക്ഷേ ഞങ്ങൾ നടന്നാണ് കയറിയത്. ഇത് കുറച്ച് പേര് പറയുന്നു ഇവിടെ പണ്ട് മുനിമാരൊക്കെ ഇങ്ങനെ തപസ് ചെയ്തിരുന്ന പ്ലേസാണ്. കുറച്ച് പേര് പറയുന്നു മുനിമാരെ ബറി ചെയ്ത പ്ലേസാണ്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ബറി ചെയ്ത പ്ലേസ് എന്നാണ് കണ്ടത്. എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടെ ഇങ്ങനെ ചെറിയ സ്ക്വയർ പോലെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്താണ് മുനിമാരെ ബറി ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. നമുക്കത് കാണാൻ പറ്റും, ഒരു സ്ക്വയർ ഷേപ്പിൽ. പിന്നെ അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ആൻഡ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേര് മുരുകൻമല എന്നാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ എന്തായാലും ഒരു മുരുകൻ്റെ ടെമ്പിൾ ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ ഒരു ചെറിയ അമ്പലമാണ്. എനിക്ക് തോന്നുന്നു അവരത് ന്യൂ ആയിട്ട് പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ കാന്തല്ലൂർക്കാണ് പോയത്. കാന്തല്ലൂരായിരുന്നു നമ്മുടെ സ്റ്റേ. അപ്പം നൈറ്റ് അങ്ങോട്ട് ചെന്നു. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഡാൻസ് ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഡാൻസ് ചെയ്തു.
എന്നെ ഇതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ കമൻ്റ് ഇടണേ, ഞാൻ ഏതാന്ന്. ഹായ്, ഇപ്പോൾ കാന്തല്ലൂരാണേ. ഞാൻ ആക്ച്വലി വോയിസൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെക്കൊണ്ടത് പറ്റുന്നില്ല, എനിക്കറിയില്ല. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വോയിസ് കുറച്ച് മാറിയിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാരണം. ഇപ്പോൾ ഒരു 7 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫാമിൽ വന്നേക്കുവാണ്, സ്ട്രോബെറി ഫാം. ഓക്കെ, അപ്പം എനിക്ക് ഇങ്ങനെ വോയിസ് ഇങ്ങനെ ലൈക്ക് പറഞ്ഞ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ എനിക്കതത്ര അറിയത്തില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലിപ്സെങ്കിലും അങ്ങനെ എടുക്കാം എന്ന് നോക്കാം. ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നേ. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ, അപ്പോൾ പ്രീവിയസ് ഡേ. പക്ഷേ അത് ഞാൻ ഇങ്ങനെ വോയിസ് ലൈക്ക് കൊടുത്തല്ല ചെയ്തേ. അതിന് വോയിസ് ഓവറായിരിക്കും. അത് മേ ബി ഞാൻ ഫസ്റ്റ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാന്തല്ലൂർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്തവണ വന്നപ്പോൾ അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് ഇല്ല. കാരണം ഓൾറെഡി വന്നതാണല്ലോ. അതുകൊണ്ട് എനിക്ക് പൊതുവെ അങ്ങനെയാണ് കേട്ടോ. ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ചില പ്ലേസസിലൊക്കെ പിന്നെയും പോകാനൊരു കുഴപ്പമില്ല, പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് നല്ല വ്യൂ ആണേ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വന്നപ്പം വേറൊരു എക്സ്പീരിയൻസ്, നേരത്തെ വന്നപ്പോൾ വേറൊരു എക്സ്പീരിയൻസ്, അങ്ങനെയാണല്ലോ. പിന്നെ ഇവിടെ ക്ലൈമറ്റ് കുഴപ്പമില്ല കേട്ടോ. അത്ര തണുപ്പുണ്ടെന്ന് പറയാനില്ല. എനിക്ക് നോർമലി തണുപ്പ് ഒട്ടും പറ്റാത്തൊരാളാണ്. എനിക്ക് അത് ടോളറേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നലെ നൈറ്റാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു നോർമൽ ഒരു കോൾഡേ ഉള്ളൂ. എനിക്ക് ഇങ്ങനത്തെ പാത്തിൽ വരാൻ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. പ്ലാന്റ്സും ഇവിടെ ഇങ്ങനത്തെ വ്യൂവും. പിന്നെ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഇനി ഇവിടെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? വട്ടവട പോകുന്നെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്നതാ? ബീച്ച്. ഹായ് പറഞ്ഞേ. താങ്ക് യു. എനിക്ക് ആ മോള് പീച്ച് കൊണ്ട് തന്നു കേട്ടോ. ഞാനത് പ്രത്യേകിച്ച് എനിക്ക് എക്സ്പ്രഷനൊന്നും വരില്ല ചില സാധനങ്ങൾ കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും വന്നില്ല. ഇവിടെ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ ആപ്പിൾ, പീച്ച് അതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. എൻ്റെ ബാക്കിലൊരു ആപ്പിൾ ട്രീ ആണ്. ഇതിൽ പക്ഷേ ആപ്പിളൊന്നും ഞാൻ കണ്ടില്ല. കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കപ്പം വേറൊരു ട്രീയിൽ പോയിട്ട് ആപ്പിൾ ഉണ്ടെങ്കിൽ പറിച്ച് കഴിക്കാം. എനിക്ക് ആപ്പിൾ കിട്ടി. ഇത് അമ്മ പറിച്ചതെന്നാണേ, ഞാൻ പറിച്ചതല്ല. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം.
ഞാനേ ഒരിറക്കത്തിലേക്ക് ഇറങ്ങിപ്പോവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ആപ്പിൾ അത്ര റൈപ്പായിട്ടില്ല, അതുകൊണ്ട് പുളിയാണ്. ഇനി അതിൻ്റെ ടേസ്റ്റിന് ഇങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. ചെറിയ പുളിയുണ്ട്. നമുക്കിനി പോവാം, കയറിപ്പോവാം. പിന്നെ ഇവിടെ പീച്ചുണ്ട് കേട്ടോ. ഇവിടുന്ന് പിന്നെ ഓറഞ്ച് കിട്ടിയേ, ചെറിയ ഓറഞ്ച്. നമ്മൾ എന്ത് ചെയ്യുക? ഓറഞ്ച് കഴിക്കുക. ഐ ലവ് യു ടു. ഇറങ്ങി വന്നുണ്ടോ? ബാ. ഹായ് പറഞ്ഞി. പിന്നെ ഫോറസ്റ്റ് കാണാനാണ് വന്നത്, ഷോളയാർ ഫോറസ്റ്റ്. ആൻഡ് അവിടെ ഫുൾ ബട്ടർഫ്ലൈസ് ആയിരുന്നു. ബട്ടർഫ്ലൈസ് എന്ന് വെച്ചാൽ വെരി ഡെലിക്കേറ്റ് ബട്ടർഫ്ലൈസ്. ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഗലിയാനുള്ള പാട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ ഫുൾ. അത്രയും ബട്ടർഫ്ലൈസ് ആയിരുന്നു. പിന്നെ വട്ടവട പ്ലാൻ ക്യാൻസലാക്കി. ഇപ്പോൾ ട്രെക്കിങ്ങിന് പോവാനായിട്ട് പ്ലാൻ ചെയ്യുവാണ്. ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് അവരുടെ ഫോട്ടോ തന്നെയൊക്കെ എടുക്കും. അവർ ഫോക്കസ് ചെയ്യും. എടുക്കും. ഇപ്പം നമ്മൾ ട്രക്കിംഗ് ആണ്. അപ്പം ഞാനൊരു വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാ. ഇങ്ങനെയാക്കാം ട്രക്കിംഗ് പീക്ക് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ ശരിക്കൂ. നൈസാണ് കേട്ടോ ഗൈസ്, ഇത് നൈസാണേ, ഒന്നും പറയാനില്ല. ഈ ഒരു ട്രിപ്പിൻ്റെ വോൾ സോൾ എന്ന് പറയുന്നത് ഈ ട്രക്കിംഗ് ആയിരുന്നു. ഞങ്ങളുടെ കൂടെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിലാണ് ഇത് ചെയ്തത്. എല്ലാവരും ഹാപ്പി ആയിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞ്. ആൻഡ് അത്രയും നൈസായിരുന്നു ഇത്. പിന്നെ കുറേ പേരെ അട്ടയൊക്കെ കടിച്ചു, 3 എണ്ണമൊക്കെ കടിച്ചവരുണ്ട്. എന്നെ ഭാഗ്യത്തിനൊന്നും കടിച്ചില്ല. പക്ഷെ എന്നാലും എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇത് ചെയ്തത്. അങ്ങനെ നമ്മൾ എത്തി. ഹായ്, ഇപ്പോൾ മൂന്നാറിൽ വന്നേക്കുവാണ് ഫ്ലവർ ഷോ കാണാൻ. ഈവനിങ് ആയി, 6 ആയി. ഞാൻ നല്ല ടയേർഡാണ്, പക്ഷെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, പിന്നെ ഇങ്ങനെയും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഈ ബോംബെ മിഠായില്ലേ, അത് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് വാങ്ങിച്ചു. അപ്പം ഞാൻ ഇവിടെ ഒരു സ്പേസ് കണ്ടപ്പോൾ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തതാണ്. ഇനി ഞാൻ പോവാണ്. എൻ്റെ കൂടെയുള്ളവരൊക്കെ പോയി. അപ്പോൾ ഇനി എനിക്ക് അവരുടെ കൂടെ പോകണം. അവരെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അവരെ നോക്കിപ്പോട്ടെ.
ഹലോ ഗൈസ്. യാ ഹായ് പറ. അതിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് വഴിയുണ്ട്. ഇത് കുഴപ്പമില്ല, ഇവിടെ ഒരു ഇതുണ്ട്, ഒരു റിവർ, അപ്പം അത് കൊള്ളാം. പക്ഷെ എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ അപ്പുറത്തിരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ എങ്ങും നിന്നില്ല, വീട്ടിലേക്ക് ഒരു ഒറ്റ പോക്കായിരുന്നു. അങ്ങനെ 12 കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അതായിരുന്നു എൻ്റെ 2 days മറയൂർ കാന്തല്ലൂർ ട്രിപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.